ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൺ വീൽസ്. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന്. കുറച്ച് പണിയുണ്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ സ്റ്റുഡിയോയിൽ പോകാൻ വിചാരിച്ചു. സ്റ്റുഡിയോയിൽ നല്ല ഓഫറുണ്ട്. അപ്പോൾ പോയിട്ട് വരാം. ഇത് ഭയങ്കര പട്ടിയുടെ ശരീരം, പട്ടിയുടെ കുറേ ആക്കി കൊണ്ടുപോകും. അപ്പോൾ ഇത് ഞങ്ങളുടെ ബാൽക്കണിയാണ് കേട്ടോ. ഇവിടെ ആകെ പൂട്ടി വെച്ചേക്കാണ്. കാരണം പൊടി അപ്പുറത്തുനിന്ന് പൊടിയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കി ഇട്ടൊക്കെ അവിടെ. അതെ, ഞങ്ങൾ റെഡി ആയി പോവാട്ടോ. അപ്പതേ ഞങ്ങൾ റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സൂപ്പർ മാർക്കറ്റിലേക്ക് വിടാനായിട്ടാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പക്ഷെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞങ്ങൾ ആദ്യം ബൈക്കിലാണ് ഇറങ്ങിയത്. പിന്നെ വിചാരിച്ചു ബൈക്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ കാറിലോട്ട് മാറ്റി കേട്ടോ. അങ്ങനെ പിന്നെ ബൈക്കൊക്കെ കൊണ്ട് തിരിച്ചു വെച്ചിട്ട് പിന്നെയും കാർ എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ബൈക്കിലാണെങ്കിൽ ഇപ്പൊ കാറിലാക്കി കേട്ടോ. പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടാണ്. ഇത് സൂപ്പർ മാർക്കറ്റിൽ പോകണം. വയ്ക്കുമ്പോൾ നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഹലോ. അപ്പം ഞങ്ങൾ ഉടുപ്പി ഹോട്ടലിലാട്ടോ വന്നേക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് മാത്രമാണ് ഈ അസുഖം ഉള്ളതെന്ന് അറിയത്തില്ല. പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലില്ലേ നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി കയറണം കേട്ടോ. പുറത്തോട്ട് ഇറങ്ങുമ്പോ തന്നെ നമ്മളുടെ വയറ്റിൽ നിന്ന് കൊക്കോപ്പുഴു ചാടുന്ന പറഞ്ഞിട്ടാണ്. എനിക്ക് ഭയങ്കര വിശപ്പ് തുടങ്ങും. ഇറങ്ങുമ്പോ തന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി. ചെറുതായിട്ട് ഒരു ചായയും കടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി. പക്ഷെ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടി വരും. ഓൾറെഡി ഞങ്ങൾ വീട്ടിൽ അങ്ങനെ ചായ ഒന്നും കുടിക്കാറില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിക്കാറൊന്നുമില്ല. എന്തെങ്കിലും ബിസ്ക്കറ്റൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു ടൈം ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് കഴിക്കണം എന്നൊരു ആഗ്രഹം വരും. അപ്പൊ ഞാൻ നല്ല അടിപൊളി കോൺ കട്ട്ലേറ്റ് ആണ് ഇവിടെ ഓർഡർ ചെയ്തേക്കുന്നത്. ഉടുപ്പി ഹോട്ടലിന്റെ ഒരു എന്താ പറയാ ഫേമസ് ഡിഷ് ആണ് കേട്ടോ. അപ്പൊ ജിത്തു ഓർഡർ ചെയ്ത ഷേവ് പൂരിയാണിത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത കോമൺ കട്ട്ലേറ്റ്. എൻ്റെ നേരത്തെ വന്നോട്ട് ഞാൻ കുറേ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുടിക്കാനൊന്നും ഓർഡർ ചെയ്തില്ല, വെള്ളം തന്നെ. ഇതെങ്ങനെ ഫുള്ളായിട്ട് കഴിക്കണം? അപ്പം ഞാനിത് കഴിക്കാൻ പണില്ല. ഫുള്ളായിട്ട് പതിനൊട്ടല്ലേ ഇടണേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഷേവ് പൂരി. പക്ഷെ എൻ്റെ നേരം ഈ വെജ് ഹോസ്റ്റലിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചട്നി ഇട്ടില്ലേ, അതെനിക്ക് ഇഷ്ടം. അപ്പോൾ ഈ ഗോവയിലേക്ക് വരുന്ന ആരെങ്കിലൊക്കെ ഈ വെജ് റെസ്റ്റോറൻ്റ് ഒക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഉടുപ്പി പൈ പാലസിൻ്റെ കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട് കേട്ടോ. നോർത്തിലും സൗത്തിലൊക്കെ നല്ല എന്താ പറയുക നല്ല ഡിഷസ് ആണ് അവർ സെർവ് ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഉടുപ്പി പൈ പാലസ് കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് വെറുതെ ലൊക്കേഷൻ ഒന്നും പറയേണ്ട. നിങ്ങൾ റോഡിൽ കൂടി പോകുമ്പോൾ തന്നെ അവരുടെ കുറേ ഔട്ട്ലെറ്റ്സ് കാണാൻ പറ്റും. എനിക്കങ്ങനെ ചാറ്റ്സോ അല്ലെങ്കിൽ ഈ പാനിപ്പൂരിയും കൊൽക്കപ്പ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം ഇഷ്ടമല്ല. ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യും, അത് ഇഷ്ടപ്പെടും, അങ്ങനെ അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് റെഗുലർലി അത് കഴിക്കണം എന്ന് അങ്ങനത്തെ ഒരു ക്രേവിങ്സ് ഒന്നും എനിക്ക് വരാറില്ല. പക്ഷെ ഇപ്പോൾ ഈ ഷേവ് പൂരി കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്തിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ 2-3 കൂടി പിന്നെ അങ്ങനെ ട്രൈ ചെയ്തു ശരിക്കും. അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണമൊക്കെ ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെടില്ല. എന്തോ അത് എനിക്ക് പറ്റിയൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറില്ല. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓഫറുണ്ട്, നോക്കട്ടെ പോയിട്ട്. ചിലപ്പോഴേ ഞങ്ങൾ വാങ്ങിക്കുള്ളൂ. നല്ല ഓഫറൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കും. ഞങ്ങൾ ഇവിടുത്തെ സ്റ്റുഡിയോയിൽ കളക്ഷൻ കുറച്ച് കുറവാണ്.
പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ നോർത്ത് ഇന്ത്യൻസിന്റെ സമൂസ കഴിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ സമൂസ ഒരു പ്രത്യേക തരം സമൂസയാണ് കേട്ടോ. അതിന്റെ കോട്ടിംഗ് തന്നെ ഒരു ഡിഫറെന്റ് ആണ്. നമ്മുടെ കേരളത്തിലെ അത്രയും ക്രിസ്പിയോ തിന്നൊന്നും ആയിരിക്കില്ല, കുറച്ച് ഹെവി ആയിട്ടായിരിക്കും. പിന്നെ എന്തുട്ടാ നിറച്ച് ഉരുളക്കിഴങ്ങായിരിക്കും. ബോയിൽഡ് ഉരുളക്കിഴങ്ങ് മാത്രമായിരിക്കും അതിൻ്റെ ഉള്ളിൽ സ്റ്റഫിങ്സ് ആയിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എനിക്കങ്ങോട്ട് ഇഷ്ടാവാറില്ല. അതുകൊണ്ട് അങ്ങനെ സമൂസ ഇവിടുത്തെ കഴിക്കാറില്ല. എനിക്ക് നമ്മളുടെ നാട്ടിലെ സമൂസയാണ് ഇഷ്ടം. അതായത് നമ്മളുടെ ബീട്രൂട്ടും പീസും അല്ലാണ്ടുള്ള ക്യാരറ്റും ഒക്കെ കൂടി വെച്ചിട്ടുള്ള വെജ് സമൂസയാണ് എനിക്കിഷ്ടം. നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. പിന്നെ എണ്ണ കുറച്ച് കൂടുതലായിട്ട് അതിനകത്ത് നിൽക്കും, പക്ഷെ എന്നാലും എനിക്ക് നമ്മുടെ നാട്ടിലെ തന്നെ ഇഷ്ടം. അപ്പോൾ ഞങ്ങളുടെ കഴിപ്പൊക്കെ ഒരുവിധമായി. ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ സ്റ്റുഡിയോ അല്ല മാർക്കറ്റിലേക്കാണ് പോകുന്നത്. സ്റ്റുഡിയോയിൽ പോകണം. അത് തീരുമാനിച്ചിട്ടില്ല, കാരണം സ്റ്റുഡിയോയിൽ എന്തോ ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, കേട്ടിട്ടുണ്ട്. പോയി നോക്കട്ടെ ഞങ്ങൾ. ചെന്നൈ IPL തോറ്റെന്ന് പറയുന്ന ഒരു മാച്ച് തോറ്റെന്ന് പറഞ്ഞാൽ കളയിൽ കൊണ്ടിരിക്കണം. ഹീസ് എ ബിഗ് മുംബൈ ഫാൻ, അതും ചെന്നൈ ഫാൻ. പക്ഷെ ഞാനങ്ങനെ IPL ഒന്നും കാണില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ കടുത്ത ക്രിക്കറ്റ് ഫാൻസ്? എൻ്റെ ഹസ്ബൻഡിനെ പോലെ ക്രേസി ആയിട്ടുള്ള ക്രിക്കറ്റ് ലവേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇപ്പോൾ IPL സീസണൊക്കെ അല്ലേ, നിങ്ങൾ ഏതാണ്, നിങ്ങളുടെ ടീം ഏതൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിഷ്ടം ചെന്നൈയാണ്. ഞാൻ പക്ഷെ കളിയൊന്നും കാണാറില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് മുംബൈ ടീമാണ്, ഒരു ഡൈ ഹാർട്ട് ഫാനാണെന്ന് പറയാം. അപ്പം ഇന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അവർക്കൊരു കേക്കൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുറിച്ചില്ലേ എന്നാണ് ഈ ജിത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഫോട്ടോസ് ഒന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യും വിളിക്കുമ്പോൾ. അപ്പോൾ ഇതുവരെ അതൊന്നും വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ടൈം ആയല്ലോ, ലേറ്റ് ആവണേ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജസ് ഒക്കെ എടുത്ത് നോക്കിയിരുന്നു, സ്റ്റാറ്റസ് ഒക്കെ എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നന്നായിട്ട് രാത്രി ആയിട്ടോ. ഇതാണ് ഞങ്ങളുടെ ട്രൈ മാർട്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ എപ്പോഴും സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. നമുക്ക് പോവാം. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ഷോപ്പുണ്ട്. അപ്പോൾ ഗോവയിലെ ഒരുമിക്ക സൂപ്പർ മാർക്കറ്റിലും നിങ്ങൾക്കൊരു സർപ്രൈസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം കാണാൻ പറ്റും. നിങ്ങൾ ഒരിടത്തും കാണാത്തൊരു കാര്യം. അതായത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് ലിക്കർ കിട്ടും. ലിക്കർ വിൽക്കും കണ്ടോ. നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം. കണ്ടോ മക്കളെ, കണ്ടോ? സൂപ്പർ മാർക്കറ്റിലുണ്ട്. ഇതാണ് ഗോവയുടെ പ്രത്യേകത. സൂപ്പർ മാർക്കറ്റിൽ വരെ നമുക്ക് ലിക്കർ ഇതേപോലെ കിട്ടും. കാണിച്ചു കൊടുക്കണ്ട, അവിടെ ആൾക്കാർ നോക്കണ്ട. What it is? It's a shoe. Okay. ബിസ്ക്കറ്റ്സിൽ ഏതാ വേണമെന്നുള്ളത് ആകെ കൺഫ്യൂഷനാണ്. കുക്കീസ്, നിങ്ങൾക്ക് ഏത് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത്? എനിക്കിഷ്ടപ്പെട്ട ബിസ്ക്കറ്റ്സിലാണ് കേട്ടോ ഈ ഓറിയോ, ബോർബോൺ, പിന്നെ നമ്മളുടെ മിൽക്കി മിസ്റ്റിന്റെ അല്ലെ ചീസ് ബിസ്ക്കറ്റ് ഇല്ലേ, അതൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞങ്ങളുടെ ഈ മാസത്തെ ഏകദേശം ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കുറച്ച് സാധനങ്ങളൊക്കെ മാത്രമാണ് കേട്ടോ, വേറെ സാധനങ്ങളൊക്കെ പപ്പയാണ് വാങ്ങിക്കാറ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോഴേക്കും ഞങ്ങളുടെ ഈ ചെക്കൻ ഞങ്ങളുടെ പുറകെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ബിയർ എടുക്കേണ്ടി വന്നു. ഞങ്ങളതൊട്ടും എടുക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു, ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എടുക്കാനായിരുന്നു. പിന്നെ അയാൾ വന്ന് ഞങ്ങളോട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് എന്താ പറയാ, ബിയർ നോക്കാനാണെന്ന് പറഞ്ഞിട്ട് എടുത്തു. അപ്പോൾ നമ്മളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെത്തി. ഇപ്പോൾ ടൈം ഒരു 10 മണിയാവുന്നു. അപ്പോൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് പാഴ്സലായിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കാറുള്ള ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ബിരിയാണിയാണ് കേട്ടോ. ഒരു അണ്ടർ റേറ്റഡ് ബിരിയാണി എന്ന് പറയാൻ വേണ്ടി മതിയാകും ഞങ്ങൾക്ക് 2 രൂപ കഴിക്കാനായിട്ട്. ഇതിൻ്റെ പേര് എന്തോ ഒരു ചാറ് തരും, അത് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. 190 രൂപ.
എല്ലാം കൂടി ഇതിന് എത്രയാ ബിരിയാണിക്ക്? ഈ ബിരിയാണിക്ക് 160 റുപ്പീസ് ആണ്. ഈ ഗോവയില് അല്ലാണ്ടുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ ബിരിയാണികൾക്ക്. ഒരു 350 250 പ്ലസ് ഒക്കെ ആവും എപ്പോഴും. ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ ബിരിയാണിക്ക് ഒരു 100 200 താഴെ 100 200 ആയ ഇടയിൽ കിട്ടും. അങ്ങനെ കിട്ടുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ഈ വാങ്ങിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും ശനിയാഴ്ച അവിടെ നിന്നാണ് വാങ്ങിക്കാറ്. ശനിയാഴ്ച ഞാനൊന്നും കുക്ക് ചെയ്യാറില്ല രാത്രി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ബിരിയാണി വാങ്ങിക്കും. ഒരു 160 രൂപയാണ് ഇപ്പോൾ ഈ ബിരിയാണിക്കായത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. 3 പീസായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉള്ള ഒരു ബിരിയാണിയാണ്. എനിക്കത് അവിടുത്തെ ആ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഫ്ലേവറൊക്കെ നല്ല ടേസ്റ്റാണ്, നല്ല ഇതാണ്. അപ്പോൾ എനിക്കിഷ്ടമാണ്. ഞാനപ്പോൾ നിലത്ത് എന്നിട്ടാണ് ബെഡ്ഷീറ്റിൽ പോയതൊക്കെ എടുത്തിടുകയാണ്. അല്ലെങ്കിൽ അതൊക്കെ കൊണ്ട് പിന്നെയും പുറത്തുകൊണ്ടേ കളയേണ്ടി വരും. ഞാൻ ഈ പരിധി നോക്കുന്നത് ചിക്കൻ പീസിൻ്റെ എണ്ണം കേട്ടോ. കാരണം 3 പീസാണ് ഉള്ളത്. എത്ര എണ്ണം ഒരാൾക്ക് വീണിട്ടുണ്ട് എന്ന് നോക്കുന്നതാണ്. ഞങ്ങൾ ഓൾറെഡി കബാബ് വാങ്ങിയിട്ടുണ്ട്. എക്സ്ട്രാ ഒരു എത്രയോ 50-60 റുപ്പീസിന് കബാബ് വാങ്ങിയിട്ടുണ്ട്. ചിക്കൻ കബാബ് നമുക്ക് ഇപ്പോഴും ഒരു വീക്ക്നെസ് ആണ്. കാരണം ബാംഗ്ലൂർ ഞങ്ങൾ നിന്ന് ഒരു കൊല്ലം കണ്ട് ഞങ്ങൾ എന്താ പറയുക അവിടുത്തെ കുഷ്കയുടെയും ചിക്കൻ കബാബിൻ്റെയും വലിയൊരു ഫാനായി മാറിയതാണ് ഞാനും ചിത്തും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗോവയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ബിരിയാണിയുടെ ഒക്കെ കൂടെ ചിക്കൻ കബാബ് ഞങ്ങൾക്ക് മസ്റ്റാണ്. ഞങ്ങളത് ട്രൈ ചെയ്തിട്ട് എനിക്കങ്ങനെ അത് ഉണ്ടാക്കാൻ അധികം പറ്റിയിട്ടില്ല. ചിക്കൻ വെച്ചിട്ട് വേറെ ചൈനീസ് വിഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും കബാബ് ഒരിക്കലും എൻ്റെ ടേസ്റ്റായിട്ട് വന്നിട്ടില്ല. ആ ഒരു വേണമെങ്കിൽ ചിലപ്പോൾ ഞാൻ അത്ര ഓയിൽ എടുക്കാത്തതുകൊണ്ടായിരിക്കാം, ഡീപ് ഫ്രൈ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ എന്താ പറയുക ഈവനിങ് പ്ലസ് നൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. ഗോവ വരാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും വീഡിയോസൊക്കെ അയച്ചു കൊടുക്കണം. ഞങ്ങളുടെ ചാനലൊക്കെ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ.